ഈ ദിലീപ് കുമാർ ചേരുന്നുണ്ട്. ദിലീപ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ കൃത്യമായി ഈ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ക്ലാരിറ്റിയോടെ ഷാർപ്പായി പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ഹ്രസ്വ വാർത്താ സമ്മേളനം. ദിലീപ്. ഹാഷ്മി, ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയെക്കുറിച്ചും പാകിസ്ഥാൻ സൈഡിൽ നിന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തുടർച്ചയായ പ്രകോപനങ്ങളെക്കുറിച്ചുമാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം സിംഗും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിശദീകരിച്ചത്. ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് ഇന്നലെ നടത്തിയത്. ഇന്ന് പുലർച്ചെ 1:40 പാകിസ്ഥാൻ അവരുടെ അതിവേഗ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തി. ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ ആക്രമണം. എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം പരാജയപ്പെടുത്തുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്ന് കേന്ദ്ര സർക്കാർ, കേന്ദ്ര വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയ വക്താക്കൾ അറിയിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ആക്രമണം മാത്രമല്ല, ഇത്തരത്തിലുള്ള സൈനികാക്രമണങ്ങൾ മാത്രമല്ല, അവർ ജനവാസ മേഖല ലക്ഷ്യമിടുന്നു, ആശുപത്രി തകർക്കുന്നു, സ്കൂളുകൾ തകർക്കുന്നു എന്ന കാര്യം കൂടി ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ വലിയ നുണപ്രചരണം ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ സൈനിക ക്യാമ്പുകൾ തകർത്തു, പിടിച്ചെടുത്തു എന്ന തരത്തിലൊക്കെയുള്ള വലിയ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നുണപ്രചരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഉന്നം തെറ്റി അവിടെ ആക്രമണം നടത്തി എന്ന നിലയിലും പാകിസ്ഥാൻ പ്രചരണം നടത്തി. പക്ഷേ വിക്രം മിശ്രി പറഞ്ഞത് കഴിഞ്ഞ 1.5 വർഷമായി അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്കു നേരെ ആക്രമണം നടത്തുന്നത് ആരാണ് എന്നുള്ള കാര്യം അഫ്ഗാൻ ഭരണകൂടത്തിന് കൃത്യമായി അറിയാം, അവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത്തരം നുണപ്രചരണങ്ങളൊന്നും നടത്തി ഈ നിലയിൽ ഇന്ത്യക്കെതിരായ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാം എന്ന് പാകിസ്ഥാൻ കരുതേണ്ടതില്ല. ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന കാര്യവും കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. പാകിസ്ഥാനെതിരെ അതിശക്തമായ തിരിച്ചടി, അവരുടെ 3 വ്യോമത്താവളങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഇന്ത്യ വരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുകയായിരുന്നു. പാകിസ്ഥാൻ മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ ഇന്ത്യയും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് അവരുടെ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയത്. അവരുടെ സൈനിക കേന്ദ്രമായ മുഖ്യ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിലെ എയർബേസിൽ, നൂർഖാൻ എയർബേസിൽ നടത്തിയ ആക്രമണം അവിടുത്തെ വി ഐ പികൾ, അതോടൊപ്പം തന്നെ സേനാ മേധാവികൾ, ഇവരൊക്കെ ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് ഈ നൂർഖാൻ വ്യോമത്താവളം. അവിടെ അതിശക്തമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. വലിയ നാശനഷ്ടം, അവിടുത്തെ റഡാർ സംവിധാനങ്ങൾക്കടക്കം തകരാർ വരുത്തിയിട്ടുണ്ടെന്ന് പ്രതിരോധ സൈനിക വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി ചെറുത്തുന്നുണ്ട്. എന്നാൽ ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ നടത്തുന്ന സർവ്വമര്യാദകളും ലംഘിച്ചുകൊണ്ട് അവർ നടത്തുന്ന ജനവാസ മേഖലകളിലേക്ക് നടത്തുന്ന ആക്രമണത്തിൽ ഇന്ത്യൻ ഭാഗത്തു നിന്ന് ചിലർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ചില നാശനഷ്ടങ്ങൾ ഇന്ത്യൻ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങളാണ് ഇന്ത്യ തിരിച്ചടിയിലൂടെ നൽകുന്നതും. ഓക്കെ, കൃത്യമായ ഷാർപ്പായ ഏതെങ്കിലും വിധത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞ് അവസാനിപ്പിച്ച 3ാമത്തെ വാർത്താ സമ്മേളനം നമ്മൾ കാണുകയായിരുന്നു. അത് പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തെ പറ്റി പറയുന്നത് മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗത്തിലൂടെ ആ പ്രൊവോക്കേഷൻ, എസ്കലേഷൻ അതൊരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു പാകിസ്ഥാൻ. എന്താണ് അവരുടെ ലക്ഷ്യം? അത് യുദ്ധത്തിലേക്ക് ഒരു പൂർണ്ണസമയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുക ആണോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ അങ്ങേയറ്റത്തെ ഇറസ്പോൺസിബിളായ നിലപാട്. എന്ന് മാത്രമല്ല, നമ്മുടെ ജനവാസ മേഖലയെ കൂടി ലക്ഷ്യം വെക്കുന്നത് അംഗീകരിക്കാവുന്നതല്ല, അംഗീകരിക്കാനാവുന്നില്ല. എന്തായാലും ഈ പറയുന്ന എല്ലാ ശ്രമങ്ങളെയും നമ്മൾ തകർത്തു എന്ന് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമിച്ചെങ്കിൽ അങ്ങോട്ടേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമിച്ചു. ഇങ്ങോട്ടേക്ക് നമ്മുടെ 3 എയർ ബേസുകൾ, വ്യോമത്താവളങ്ങൾ അവർ ലക്ഷ്യം വെച്ചു. അത് ലക്ഷ്യം വെച്ച് വന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ ഭസ്മീകരിച്ചു. അങ്ങോട്ടേക്ക് അതേപോലെ തന്നെ 3 എയർബേസുകൾ തന്നെ ലക്ഷ്യം വെച്ചു. അത് പക്ഷേ പ്രധാനപ്പെട്ട എയർബേസുകളായിരുന്നു. അങ്ങോട്ടേക്ക് അത് കൃത്യമായി തന്നെ നമ്മുടെ മിസൈലുകൾ ആ ലക്ഷ്യത്തിൽ പോയി പതിച്ചു. അത് റാവൽപിണ്ടിയിലെ ഈ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ഏരിയൽ റീഫ്യൂലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പ്രധാന യുദ്ധക്കപ്പൽ, ഈ പറയുന്ന JF-17 ഹൗസായി നിൽക്കുന്ന അവരുടെ VIP മൂവ്മെൻറ്റിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ 3 വ്യോമത്താവളങ്ങളിലേക്ക് നമ്മുടെ മിസൈലുകൾ അയച്ചു. അത് കൃത്യമായി പോയി കൊണ്ടു, അത് തകർന്നു. അത് അവർ അവരുടെ പട്ടാളം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന രീതിയിൽ എന്തോ അൺബ്രേക്കബിൾ വാൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈനിക പ്രഹസനം നടത്തുന്നത്. ഡ്രോണുകൾ അയക്കുന്നു. പ്രകോപനത്തെപ്പറ്റി രാഷ്ട്രത്തിന് കൃത്യമായ ബോധ്യമുണ്ട്, അതിന് ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്നും. പക്ഷേ അതേസമയം തന്നെ ഈ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നത് അങ്ങേയറ്റം
അപലപിക്കപ്പെടേണ്ടതും അങ്ങേയറ്റം ആ പ്രകോപനത്തെ ഉയർത്തുന്നതും വലിയ തിരിച്ചടി ക്ഷണിച്ചു വരുത്തുന്നതുമാണ് എന്നുകൂടി ആ വാർത്താ സമ്മേളനത്തിൽ അവർ സംക്ഷിപ്തമായി പറഞ്ഞു വെച്ചു.